ിച്ചു അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജനം, കൊല്ലം. ജമ്മുകശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞു കയറ്റ ശ്രമം തകർത്ത് സൈന്യം. സാംബ സെക്ടറിൽ ഒരു ഭീകരനെ വധിച്ചു. കിഷ്ത്വാറിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വളഞ്ഞ് സുരക്ഷാസേന. ജമ്മു കശ്മീരിൽ സാംബ സെക്ടറിലാണ് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തുകൊണ്ട് സൈന്യം ഒരു ഭീകരനെ വധിച്ചത്. മജുര അതിർത്തി ഔട്ട് പോസ്റ്റിന് സമീപമാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. സൈന്യം ആദ്യം മുന്നറിയിപ്പ് നൽകുകയും പിന്നീട് വെടിയുതിർക്കുകയും ചെയ്തു. അതേസമയം കത്വയിൽ അതിർത്തിക്ക് സമീപം ഇന്നലെ രാത്രി 4 പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സൈന്യം വെടിയുതിർത്തതോടെ ഡ്രോണുകൾ പിൻവാങ്ങി. ഒരു മാസത്തിനുള്ളിൽ ഇത് 4ാം തവണയാണ് പാക് അതിർത്തിയിൽ നിന്ന് ഡ്രോൺ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കിഷ്ത്വാറിലെ സിംഗ്പോറ മേഖലയിലും ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. സൈന്യവും ജമ്മു കശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും സിആർപിഎഫും സംയുക്തമായാണ് മേഖലയിൽ ഓപ്പറേഷൻ നടത്തിയത്. 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ വനമേഖലയിലുണ്ടെന്നാണ് നിഗമനമെന്നും കൂടുതൽ സേനാവിന്യാസം നടത്തി പരിശോധന ശക്തമാക്കിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമം വർദ്ധിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകൾ കനത്ത ജാഗ്രതയിലാണ്. കടന്നുകയറ്റങ്ങൾക്ക് പാകിസ്ഥാനെ തകർക്കുന്ന മറുപടി ഉണ്ടാകുമെന്ന് സൈനിക മേധാവിമാരും പ്രതിരോധ മന്ത്രിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനം, ഡൽഹി. പശ്ചിമ ബംഗാളിൽ ഭരണഘടനാ മൂല്യങ്ങൾ പൂർണ്ണമായും തകർത്തുകൊണ്ട് മമതാ ബാനർജിയുടെ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംപിയുമായ സമീക് ഭട്ടാചാര്യ. രാജ്യത്തിന് ഭയാനകമായ സന്ദേശമാണ് നിലവിൽ ബംഗാൾ നൽകുന്നത്. ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി അടിയന്തര ഇടപെടലുണ്ടാകണമെന്നും സമീക് ഭട്ടാചാര്യ ആവശ്യപ്പെട്ടു. पश्चिम बंगाल में संविधान है. संविधान दिवस तो हम लोग मना रहे हैं. देश की प्रजातंत्र दिवस में सब लोग खुश हैं. बहुत बहुत शुभकामनाएं हम लोग बांट